ദമാസ്കസിലേക്ക് പോകുമ്പോൾ ഒരു മിന്നലൊളി എൻ്റെ മേൽ പതിച്ചു. സൗൾ എങ്ങനെയാണ് ദമാസ്കസിലേക്ക് പോയത്? എങ്ങനെ പോയ? കുതിരപ്പുറത്തായിരുന്നെന്ന് ബൈബിളിലില്ല. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു. പിന്നെ സൂക്ഷിച്ച് വായിച്ചപ്പോഴാ കുതിരപ്പുറത്തൊന്നും ഇല്ല, പോവുകയായിരുന്നു എന്നേ ഉള്ളൂ. ഏതായാലും പൊക്കൊണ്ടിരുന്ന ഈ യാത്രാ സംഘത്തിന്റെ മേൽ ഒരു മിന്നലൊളി പതിച്ചു. അപ്പൊ ഈ പ്രകാശം പതിച്ചത് എല്ലാവരുടെയും മേലാണ്, പൗലോസിന്റെ മേൽ മാത്രമല്ല, എല്ലാവരുടെ മേലും ഈ പ്രകാശം പതിച്ചു. അപ്പോൾ ഒരു സ്വരം കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, എല്ലാവരുടെ മേലുമാണ് ഈ പ്രകാശം പതിച്ചത്. എല്ലാവരും, ഇടിമുഴക്കം പോലെ എന്തോ ഒരു ശബ്ദം എല്ലാവരുമാണ് കേട്ടത്. ഒരു പ്രത്യേക അനുഭവം എല്ലാവർക്കുമാണ് ഉണ്ടായത്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു പൗലോസ് മാത്രമേ ഉണ്ടായുള്ളൂ. ഈ ദൈവാനുഭവത്തിന് സാക്ഷിയായത് കുറെ അധികം പേരുണ്ട്. പക്ഷെ പൗലോസായി മാറിയത് ഒരാളേ ഉള്ളൂ. എന്തുകൊണ്ടെന്നറിയാം? പ്രതികരിച്ചത് ഒരുത്തനേ ഉള്ളൂ. അവൻ പ്രതികരിച്ചു, ആരാണ് നീ? മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രതികരിക്കുന്നവന്റെ മേലെ അടുത്തൊരു വചനം വരുത്തുള്ളൂ. ദൈവം ഒരിക്കൽ സംസാരിക്കുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നവന് ദൈവം വീണ്ടും സംസാരിക്കും. ദൈവം വീണ്ടും നിയോഗങ്ങൾ തരും. ദൈവം വീണ്ടും അരുളപ്പാടുകൾ തരും. കർത്താവ് എടുത്ത് ഉപയോഗിക്കും.